തൊണ്ടയിൽ കുഴിഞ്ഞിരുന്ന പഴമയ്ക്ക് മാറ്റി ചിങ്ങം ഒന്നായിട്ട് വാനരഗോപി രംഗം പ്രവേശനം ചെയ്തിരിക്കുകയാണ്. വാനരഗോപി തമ്പ്രാൻ വാ തുറന്നത് തന്നെ ചെയ്ത നെറുകേടുകളെല്ലാം ന്യായീകരിക്കാൻ വേണ്ടി മാത്രം. നിരവധി രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. നത്തിങ് ഡൂയിങ്. രാഷ്ട്രീയ വിഷയങ്ങളോട് രാഷ്ട്രീയ വിഷയങ്ങളല്ല, നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം ഇന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയും. എന്തുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ല? മറുപടി പറയേണ്ടത് അവരാണ്. ഞാൻ മന്ത്രിയാണ്. ആ ഉത്തരവാദിത്വം ഞാൻ പെർഫെക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. മറുപടി പറയേണ്ടവർ ഇന്ന് മറുപടി പറയും. ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോളൂ. ഇല്ലെങ്കിൽ പിന്നെ അവരത് സുപ്രീം കോടതിയിൽ എത്തിക്കുമ്പോൾ സുപ്രീം കോടതിയോട് നിങ്ങൾ പോയി ചോദിച്ചാൽ മതി കേട്ടോ. ഇവിടുന്ന് കുറച്ച് വാനരന്മാർ ഇറങ്ങിയല്ലോ, ഓരോ ഉന്നയിക്കലുമായിട്ട്. അവരൊക്കെ അങ്ങോട്ട് പോകാൻ പറ അല്ലേ, അക്കരയായാലും ഇക്കരയായാലും അവിടെ പോയി ചോദിക്കാൻ പറ. അങ്ങനെ പരാതി ഉന്നയിച്ചവർ വാനരന്മാരാണെന്ന് എന്നാണ് നമ്മുടെ വാനരഗോപിയുടെ പുതിയ പ്രസ്താവന. സത്യം പറഞ്ഞാൽ നിങ്ങൾ തന്നെ വാനരഗോപിയുടെ ഓരോ വീഡിയോ എടുത്ത് പരിശോധിച്ച് നോക്കൂ. അദ്ദേഹത്തിൻ്റെ ഭാവപ്രകടനങ്ങൾ നിമിഷ നേരം കൊണ്ട് മിന്നുമറയുന്ന വാനരൻ്റെ അതേ ഗുണം, അതേ പകർപ്പാണ് നമ്മുടെ വാനരഗോപി. അദ്ദേഹം സ്വന്തം പേരിനെ മറ്റുള്ളവർക്ക് ചാർത്തി കൊടുത്തത് എന്തായാലും ശരിയായില്ല. അയാൾ മന്ത്രിയാണത്രേ. ഇതിന് മറുപടി പറയാനുള്ളത് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. ഇലക്ഷൻ കമ്മീഷൻ ആരെയും ഭയമില്ലത്രേ. അത് നമുക്ക് ആ പ്രസ്താവനയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഗവൺമെൻറ്റിൻ്റെ ഗോൾ കീപ്പറായി ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കുമ്പോൾ പിന്നെ കേന്ദ്ര സർക്കാരിന് എന്താ ചെയ്തുകൂടാത്തത്? അപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരി അത് പൂർണ്ണമായും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ വിധി എഴുതിയിട്ടുണ്ട്. വോട്ടർമാരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണത്രേ. ശരിയാണ്, നമ്മൾ കടന്നു കയറിയത് കൊണ്ടല്ലേ ഓരോ വോട്ടർമാർ എവിടെയൊക്കെ വോട്ട് ചെയ്തിരിക്കുന്നുവെന്നും 2-3 മണ്ഡലങ്ങളിൽ ഒരു വോട്ടറിൻ്റെ പേരുള്ളതായിട്ടും കണ്ടെത്താൻ കഴിഞ്ഞത്. അതിന് ഇത്ര ശോഭിക്കുന്നത് എന്തിനാണ്? ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ പോലെ BJP-ക്കാർക്ക് തൊലിക്കട്ടി അല്പം കൂടുതലാണ്. ഞങ്ങളൊക്കെ ഈ ഗ്രൗണ്ടിൽ ഒരുപാട് വർഷങ്ങളായിട്ട് കടന്നു കളിക്കുന്ന ആളുകളാണ്. അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് തൊലിക്കട്ടിയും കൂടുതലുണ്ട്, ഞങ്ങൾക്ക് കുറെ കൂടുതൽ കാര്യങ്ങളും പറയാൻ സാധിക്കും. ഇത്രയൊക്കെ നെറുകേട് കാണിച്ചിട്ട് ഓരോ ഉളുപ്പില്ലാത്ത മഹാന്മാർ ചാനൽ ചർച്ചയിൽ വരുന്നിരുന്ന് പറയുന്നത് നിങ്ങൾ കേട്ടി. ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞോളാം, ഞങ്ങളെ സംഘടനാ സംവിധാനം വെച്ച് പറഞ്ഞോളാം. സംഘടനാ സംവിധാനം വെച്ചാണല്ലോ ഇത്രയും വോട്ടൊക്കെ ചേർത്തത്. അതെ, ഞങ്ങളെ മിടുക്കാണ്. സുരേന്ദ്രൻ പറഞ്ഞില്ലേ, ഇനിയും ചേർക്കും. 29-നും ചേർക്കും, 34-നും ചേർക്കും. ഇതപ്പൊ ചേർത്തോണ്ടിരിക്കുക. പത്മനാഭൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏത് മണ്ഡലത്തിലായിരിക്കും വോട്ട് ചെയ്യുക? തൃശ്ശൂരിലായിരിക്കും. സൗകര്യമുള്ളവർക്ക്, എനിക്ക് സൗകര്യമുള്ളവർക്ക്. അതെ, സൗകര്യമുള്ളത് പോലെയാണ് ഇതുവരെ എല്ലാ നേതാക്കളും വോട്ട് ചെയ്തിരിക്കുന്നത്. അതന്നെയാണ് കാണിക്കുന്നത്. അവിടെ ചെയ്യും. ഈ രാജ്യത്തിന്റെ അവസ്ഥ തോന്നുന്നത് മാതിരി ചെയ്യാം. തെരഞ്ഞെടുപ്പ് നടത്തിയത് സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ്. ഞങ്ങൾ ഉത്തരം പറയും. തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ? ശ്രീ പത്മനാഭൻ പറയുകയാണ് അവർ 2029-ലും 34-ലും കള്ള വോട്ട് ചേർക്കും അത്രേ. ജനങ്ങൾക്ക് നേരെയുള്ള വെല്ലുവിളിയല്ലേ അത്?